പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമേ. നാം കർത്താവിൻ്റെ കയ്യിൽ ലഭിക്കുമ്പോൾ നമ്മെ എപ്രകാരമാണ് കർത്താവ് പണിയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളീ കാണുന്നത് ഒരു കളിമണ്ണാണ്. രൂപമില്ലാത്ത, ആകൃതിയില്ലാത്ത, ഭംഗിയില്ലാത്ത, പുറം പറമ്പിൽ കിടക്കുന്ന കളിമണ്ണ്. എന്നാൽ ഈ കളിമണ്ണ് ഒരു കുശവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പണികൾ നാം ഒന്ന് കണ്ടു നോക്കാം. ദൈവവും ഇതുപോലെയാണ് നമ്മെ പണിയുന്നത്. ആദ്യം നമ്മിലുള്ള അഴുക്കുകളെ നീക്കം ചെയ്ത് നമ്മെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയിൽ നടക്കുവാൻ നമ്മിൽ തടസ്സമായി നിൽക്കുന്ന പാപത്തിൻ്റെ സ്വഭാവങ്ങളെ യേശു തൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുകയാണ്. ആകൃതിയില്ലാത്ത, രൂപമില്ലാത്ത നമ്മെ ദൈവം ഒരാകൃതിക്കായി പണിയുകയാണ്. നമുക്കൊരു രൂപം തരുവാൻ പണിയുകയാണ്. നമുക്ക് നല്ലൊരു സ്വഭാവം തരുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവം തരുവാൻ ദൈവം പണിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പടികളിലൂടെയെല്ലാം കടന്നു പോകുന്ന കളിമണ്ണിന് അനേകം പരാതികളുണ്ടാകാം. എന്നെ ചവിട്ടുന്നു, എന്നെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ പറയാൻ അനേക കാരണങ്ങളുണ്ടാകാം. എന്നാൽ ഈ അവസാന നിമിഷം നാം ഒന്ന് കാണുമ്പോൾ ആ രൂപമില്ലാതെ പുറം പറമ്പിൽ കിടക്കുന്ന കളിമണ്ണ് ഇപ്പോൾ കുശവൻ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്നിനും ഉപകരിക്കാത്ത, മനുഷ്യർ ചവിട്ടുവാൻ മാത്രം ഉപകരിക്കുന്ന നമ്മെ ദൈവം ഇതുപോലെ എടുത്ത് ചില പടികളിലൂടെ നമ്മെ പണിത് നിത്യജീവൻ്റെ കൂട്ടവകാശികളാക്കി മാറ്റുകയാണ്. പ്രിയരെ, നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നാമും ഇതുപോലെ പുറം പറമ്പിൽ കിടന്നവരാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമെന്ന്. മറ്റൊരു തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. പ്രിയരെ, ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ഹിതം പോലെ, ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ ജീവിപ്പാൻ നമ്മെ ഇരുട്ടിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തു. പാപക്കുഴിയിൽ നിന്നും നമ്മെ തിരഞ്ഞെടുത്തു. കളിമൺ കൊണ്ടുള്ള ഈ മൺപാത്രം പോലെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ പണിയുന്നത്. ചിലപ്പോഴൊക്കെ നമുക്കത് വേദനിച്ചേക്കാം. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ അതിൻ്റെ അവസാനം നാം കാണുമ്പോൾ അത് ഏറ്റവും ശുഭമായിരിക്കും. നമ്മെ അവൻ ശിക്ഷിക്കുന്നതും വേദനിപ്പിക്കുന്നതും നശിപ്പിക്കുവാനല്ല, നമ്മെ പണിതെടുത്ത് നല്ല ഒരു മാനപാത്രമാക്കി മാറ്റുവാനാണെന്ന് ഈ ചെറിയ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയരെ, ഇനി അധികമായി ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. ഈ കളിമൺ എത്രത്തോളം വേദനകൾ സഹിക്കുന്നുവോ, എത്രത്തോളം പടികൾ കടന്നു പോകുന്നുവോ, അത്രത്തോളം അതിന് ഭംഗിയും അതിന് ഉറപ്പും കരുത്തും ലഭിക്കുകയാണ്. നമ്മെയും ദൈവം ചില തീയിൽ കൂടി എന്ന പോലെ കടത്തുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം എന്നെ അധികമായി ഉറപ്പിക്കുകയാണ്, ദൈവം എന്നെ ധൈര്യപ്പെടുത്തുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. തീയും ശോധനയും ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്താനുള്ള അവസരങ്ങളാണ്, എന്നെ ബലപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ വഴികളാണ്. അതുകൊണ്ട് കഷ്ടങ്ങളിലും നമുക്ക് സന്തോഷിക്കാം. ഗോഡ് ബ്ലെസ്.